ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് എങ്ങോട്ടാണെന്നല്ലേ, ഇന്ന് നമ്മളെല്ലാവരും കൂടി ഒന്ന് പുറത്തോട്ട് പോകാട്ടോ. എപ്പോഴും വീട്ടിൽ തന്നെ ഇരിക്കുമ്പോൾ നമുക്കൊരു ബോറടിയാണല്ലോ. അപ്പോൾ എല്ലാവരും കൂടി ഒരു പുറത്ത് പോയാൽ ഒരു സുഖം. അങ്ങനെ നമ്മൾ എല്ലാവരും കൂടി പോകാമെന്ന് വിചാരിച്ച് ഇറങ്ങിയിട്ടുണ്ട്. എപ്പോഴും നമ്മൾ കോഴിക്കോട്ടേക്കാ പോലെ SM ബീച്ചൊക്കെ ആണല്ലോ പോലെ. അപ്പോൾ ഇന്നൊന്നും മാറ്റി പിടിക്കാമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ വയനാട്ടിലോട്ടോ നമ്മൾ പോകുന്നത്. അങ്ങനെ എല്ലാവരും റെഡിയായി ഇറങ്ങിയിട്ടുണ്ട്. ഫസ്റ്റ് നമ്മൾ പെട്രോൾ പമ്പിൽ കയറിയിട്ടുണ്ട്. പെട്രോൾ അടിക്കണമല്ലോ നമുക്ക് പോകണമെങ്കിൽ. അങ്ങനെ പെട്രോളൊക്കെ അടിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നമ്മൾ ചായ കുടിക്കാൻ കയറിയിട്ടുണ്ട് ബേക്കറിയിൽ. അപ്പോൾ ഫുഡ് കഴിക്കാൻ ആയിട്ടില്ലായിരുന്നു, ഒരു 11 മണിയൊക്കെ ആയിട്ടുള്ളൂ. അങ്ങനെ അവിടെ നിന്ന് ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ നേരെ വിട്ടിട്ടുണ്ട്. അപ്പോൾ ഒടങ്ങാക്കാട് പള്ളിയുടെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. അവിടെ ചിലരൊക്കെ നിർത്തി പൈസ ഇട്ട് കൊടുക്കുന്നവരുണ്ട് കേട്ടോ. നമ്മളെപ്പോഴെങ്കിലുമൊക്കെ ആണല്ലോ പോകുന്നത്. അങ്ങനെ നമ്മൾ പൈസയൊക്കെ കൊടുത്ത് അവിടെ നിന്ന് പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തുഷാരഗിരി പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ വളവ് ഈ ചുരം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചുരത്തിൽ നിന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ആണ് തിരിയൽ, കറക്റ്റ് എനിക്കറിയില്ല. അപ്പോൾ നമ്മൾ അങ്ങോട്ട് അവിടെ പോകുന്നത്. അപ്പോൾ അവിടെ എത്തുന്നതിന് മുന്നേ ചെറിയൊരു വാട്ടർഫോൾസ് പോലുള്ള സ്ഥലം കണ്ടിട്ടോ. അപ്പോൾ അവിടെ കയറി നമ്മൾ 2 ഫോട്ടോ ഒക്കെ എടുത്ത് പിന്നെ നേരെ മുകളിലോട്ട് വിട്ടിട്ടുണ്ടോ. മുകളിലാണ് മെയിൻ വാട്ടർഫോൾസ് വരുന്നത്. അങ്ങനെ അവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നമ്മൾ കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് എടുക്കാൻ വന്നിട്ടുണ്ടോ. അപ്പോൾ അവിടെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. അതിനൊക്കെ കഴിഞ്ഞ് ടിക്കറ്റൊക്കെ കിട്ടി നമ്മളുടെ എൻട്രൻസിലോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് എൻട്രൻസ് വരുന്നത്. അപ്പോൾ അവിടെ ചെറുതായിട്ട് വെള്ളമൊക്കെ ചാടുന്ന ഒരു സ്ഥലമുണ്ട്. കുട്ടികൾക്കൊക്കെ കളിക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. അങ്ങനെ അവിടുന്ന് കുറച്ച് മുകളിലോട്ട് ഒരു കുത്തനുള്ളൊരു കയറ്റം പോലെ ഉണ്ട്. അത് കയറി കഴിഞ്ഞാൽ മെയിൻ വാട്ടർഫോൾസിലെത്തട്ടോ. അപ്പോൾ അവിടെ ഇരിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. അവിടെ ഇരുന്ന് കുറച്ച് നേരം വെള്ളമൊക്കെ കാണാം. അങ്ങനെ അവിടുന്ന് കഴിഞ്ഞ് കുറച്ച് അങ്ങോട്ട് പോയാൽ വേറൊരു സ്ഥലമുണ്ട് കേട്ടോ. അവിടുന്ന് നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാം, ഇരിക്കാം. അങ്ങനെയുള്ള സ്ഥലമൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് തിരിച്ചിട്ടുണ്ട്. അത്രയൊക്കെ അവിടെ കാണാനുള്ളൂ. ഓവറായിട്ടൊന്നും നടക്കാനും കാര്യങ്ങളൊക്കെ ഇല്ല. അതൊക്കെ കണ്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ മുകളിലോട്ട് പോകാം. ചുരം കയറി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. തുടങ്ങിയപ്പം തന്നെ നല്ല കുട ഉണ്ടായിരുന്നു കേട്ടോ. മുകളിലോട്ട് എത്തുന്നതിനനുസരിച്ച് കുട കൂടിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ അവിടെ കുറച്ച് ടൈം നമ്മൾ നിർത്തിയതേ മങ്കികളെയൊക്കെ കണ്ട് നേരെ മുകളിലോട്ട് വിട്ടിട്ടുണ്ട്. അപ്പോൾ ചെറിയ ബ്ലോക്കൊക്കെ ഉണ്ടായിരുന്നു. ഒക്കെ കഴിഞ്ഞ് നമ്മൾ വയനാട് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫുഡ് കഴിക്കാത്തതുകൊണ്ട് നമ്മൾ ആദ്യം ഫുഡ് കഴിക്കാൻ കയറിയിട്ടുണ്ട്. താജ് റെസ്റ്റോറൻറ്റില്ല കേട്ടോ. അപ്പോൾ അവിടെ എത്തി നമ്മൾ ബിരിയാണി ഓർഡർ ചെയ്തിട്ടോ. ഞാൻ ചിക്കൻ ബിരിയാണിയും ബീഫ് ബിരിയാണി അങ്ങനെ ഓരോരുത്തർ പ്രോൺസ് അങ്ങനെ ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള ബിരിയാണിയൊക്കെ കഴിച്ചിട്ടോ. നല്ല ആംബിയൻസ് ഉള്ളൊരു സ്ഥലമാട്ടോ. പുറത്തോട്ടൊക്കെ നമുക്കിങ്ങനെ കണ്ടിരുന്ന് കഴിക്കാൻ പറ്റി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടോ. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ വേറൊരു വാട്ടർഫോൾസ് തപ്പി ഇറങ്ങിയ, പക്ഷേ ചെറുതായിട്ട് ഗൂഗിൾ മാപ്പ് നമ്മൾ ചതിച്ചു തോന്നുന്നു ഗൈസ്. അങ്ങനെ ഒരു വാട്ടർഫോൾസ് ചെറുതായിട്ടുള്ളൊരു സ്ഥലമാണ്, പക്ഷേ ഇവിടെ ആരും ഇല്ലാത്തൊരു ഏരിയ ആണെന്ന് തോന്നുന്നു. ഇവിടെ എസ്റ്റേറ്റൊക്കെ വരുന്നൊരു ഏരിയ. അങ്ങനെ നമ്മൾ മാത്രമേ അവിടെ ഉള്ളായിരുന്നു. അപ്പോൾ കുറച്ച് ടൈം നമ്മൾ അവിടെ നിന്ന് വെള്ളത്തിലൊക്കെ കുറച്ചൊക്കെ ഇറങ്ങിയതിന് ശേഷം നമ്മൾ നേരെ വിട്ടിട്ടുണ്ടോ. ഇങ്ങനെ ആളും ഒന്നും ഇല്ലാത്ത ഏരിയ കൊണ്ട് നമ്മൾ വേഗം അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി കുറച്ച് താഴോട്ട് പോയിട്ട് ഒരു ചെറിയൊരു പുഴ പോലുള്ള ഒരു സ്ഥലം കണ്ടപ്പോൾ നമ്മൾ അവിടെ നിർത്തിയിട്ട് അപ്പോൾ താഴോട്ട് ഇറങ്ങി നോക്കി. അങ്ങോട്ട് ഇറങ്ങാൻ പറ്റുന്ന സ്ഥലമാണെന്ന് പോയി നോക്കി, പക്ഷേ അവിടെ ഒരു ഇറങ്ങാൻ പറ്റാത്ത സ്ഥലം പോലെ കണ്ടപ്പോൾ നമ്മൾ അങ്ങോട്ട് ഇറങ്ങിയിട്ടില്ലായിരുന്നു കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ ഇറങ്ങി ഇപ്പോൾ ചുരം എത്തിയിട്ടുണ്ട്. അപ്പോൾ സമയം ഒരു 6 മണിയൊക്കെ ആയിട്ടുണ്ട്. ഒരുവിധം എല്ലാ സ്ഥലവും ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ചുരത്തിൽ ഇറങ്ങി അവിടുത്തെ കോടയൊക്കെ കണ്ട് കുറച്ച് ടൈം അവിടെ നിന്ന് പിന്നെ അവിടുന്ന് നമ്മൾ താഴോട്ട് പോകാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല കോട ഉണ്ടായിരുന്നു. അത് അത്യാവശ്യം വണ്ടികൾക്കൊന്നും ഫ്രണ്ടിലോട്ട് കാണാൻ തക്കത്തോണ്ടുള്ള കോടയായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നു. അപ്പോൾ ഓരോരുത്തർ 4 ഇൻഡിക്കേറ്ററൊക്കെ ഇട്ടിട്ട് താഴോട്ട് ഇറങ്ങിക്കൊണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വയനാട് വന്നാൽ നമ്മൾ മെയിനായിട്ട് ചായ കുടിക്കണമല്ലോ. നമ്മൾ ചായ കുടിക്കാൻ നിർത്തിയിട്ടുണ്ട്. അങ്ങനെ ചായയൊക്കെ പറഞ്ഞ് മെയിൻ നമ്മൾ അവിടെ വന്നാൽ കാടമുട്ടയാണല്ലോ കഴിക്കുന്നത്. അങ്ങനെ കാടമുട്ടയൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ താഴോട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നോളജ് സിറ്റിയിലൊന്ന് കയറിയിട്ട് പോകാമെന്ന് വെച്ചാൽ കുറച്ചുകൂടിയൊക്കെ ടൈം ഉണ്ടല്ലോ. അങ്ങനെ നോളജ് സിറ്റിയിലെത്തി അവിടെയൊക്കെ ഇറങ്ങി കുറച്ച് ടൈം അവിടെയൊക്കെ ഇരുന്ന് പിന്നെ നമ്മൾ കയറി നമ്മൾ നേരെ വീട്ടിലോട്ട് വിട്ടിട്ടുണ്ട്. അപ്പോൾ വീടെത്താറായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീഡിയോ കാണുന്നവർ സപ്പോർട്ട് ആൻഡ് സബ്സ്ക്രൈബ്.